نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിപരമായ, സാമൂഹികമായ, കുടുംബപരമായ, സംഘടനാപരമായ, തൊഴിൽപരമായ എല്ലാ മേഖലകളിലും ഇടപെടലിലും സംസാരത്തിലും ചിന്തകളിലും ഒക്കെ പ്ലാനിങ്ങിലും എല്ലാം നമ്മൾക്ക് കഴിയാവുന്ന അത്ര ശ്രദ്ധയും ബോധവും സൂക്ഷ്മതയും ഉണ്ടാവണമെന്ന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ഹനീഫുക്ക ചില പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മളിവിടെ സംഗമിക്കുമ്പോൾ നമ്മുടെ കേരളം 2-3 തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് അധ്യാപക ദിനമാണ്, ടീച്ചേഴ്സ് ഡേ. മറ്റൊന്ന് ഓണാഘോഷമാണ്. മറ്റൊന്ന് മീലാദുൻ നബി എന്ന പേര് വിളിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷമാണ്. ഇന്ന് നമ്മൾ പുറമെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ തന്നെ സാധിക്കും. മണ്ണാർക്കാട്ട് നിന്ന് പോരുമ്പോൾ എല്ലാ സ്റ്റോപ്പിലും 4-5 സ്റ്റോപ്പിലും ഏകദേശം 15 മിനിറ്റിലപ്പുറം ബസ് കാത്തു നിന്നിട്ടേ ബസ് കിട്ടിയുള്ളൂ. ലാസ്റ്റ് ഓട്ടോ വിളിച്ച് വരേണ്ടിയോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ 3 ആഘോഷങ്ങളും, ഓണാഘോഷവും നബിദിനാഘോഷവും ഒന്നിച്ച് വന്നപ്പോൾ അതിൻ്റെതായ തിരക്കുകളാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ആമുഖമായി സൂറത്തു അഹ്സാബിലെ 21-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. നമുക്കെല്ലാം അല്ലാഹുവിൻ്റെ തിരുദൂതരിൽ കൃത്യമായ റോൾ മോഡൽ ഉണ്ട്, ജീവിത മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടണം, അല്ലാഹുവിനെ എപ്പോഴും ജീവിതത്തിൽ ഓർക്കണം എന്ന് തീരുമാനിച്ച വ്യക്തി. വൽ യൗമിൽ ആഖിർ, പരലോകമുണ്ട്, പരലോകത്ത് വിചാരണയുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് ഓർക്കുന്ന വ്യക്തികൾക്കും. അല്ലാഹുവിനെ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ്. നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകളും നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മളതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ജന്മദിനത്തിന് അപ്പുറം, ബർത്ത്ഡേക്ക് അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമുക്ക് പകർത്താനുള്ളത്, അത് കൃത്യമായി പഠിക്കുക, അത് മനസ്സിലാക്കുക, നമ്മൾക്ക് പറ്റാവുന്ന അത്ര അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ നിയ്യത്ത്, ഉദ്ദേശം. അപ്പം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം, പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് പകർത്താനുണ്ട് എന്നതാണ്. റസൂലിന്റെ ജീവിതത്തെ മുസ്ലിങ്ങളല്ലാത്ത പലരും പഠിച്ചു നോക്കി. ഒരു 100 ആളുടെ ലിസ്റ്റ് എടുത്തിട്ട് ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കുറേ വ്യക്തിത്വങ്ങൾ, 100 വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം പഠിച്ച് അതിൽ 1-ാം സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്. റസൂലിന്റെ കുട്ടിക്കാലം മുതൽ റസൂലിന്റെ വഫാത്ത് വരെ ഏതൊരു രംഗം എടുത്തു നോക്കിയാലും അവിടെ ഒന്നും കുറവോ കുറ്റമോ ഒന്നും കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ചില ഓർമ്മ പിശകുകൾ, ഏതെങ്കിലും ചില സന്ദർഭത്തിൽ ചില തീരുമാനമെടുക്കാൻ അപൂർവം ചില വീഴ്ചകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഖുർആൻ കൃത്യമായി ഗൗരവപൂർവം
അതല്ലാത്ത രംഗങ്ങളെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്. റസൂലിലേക്ക് ഒരു കണ്ണ് കാണാത്ത ഒരു അന്ധൻ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് വന്നപ്പോൾ വളരെ പ്രാധാന്യമുള്ള പ്രബോധനപരമായ ചില കാര്യങ്ങൾ ശത്രുക്കളിലെ പ്രമുഖരുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം വന്നപ്പോൾ അദ്ദേഹത്തെ അത്ര മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തെ എപ്പോഴും കാണുന്ന വ്യക്തിയല്ലേ. ചില സംശയങ്ങളുമായിട്ടാണ് റസൂലിൻ്റെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം അതത്ര ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഖുർആൻ അല്ലാഹു റസൂലിനെ ചീത്ത പറഞ്ഞു. നിങ്ങളത് ചെയ്തത്, നീ അത് ചെയ്തത് ശരിയായില്ല എന്ന രൂപത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു റസൂലിനെ ചീത്ത പറയുന്നുണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ വമാ യദ്രീക ലഅല്ലഹു യസ്സക്ക. റസൂലേ, നിനക്ക് എന്തറിയാം? ഈ ഇരിക്കുന്ന ശത്രു പ്രമുഖരെക്കാളിലും ഉത്തമൻ ആ കണ്ണ് കാണാതെ നിന്റെ അടുത്തേക്ക് ചില സംശയങ്ങളുമായി വന്ന ആ വ്യക്തിയെ ആയിരുന്നു നീ പരിഗണിക്കേണ്ടത്. ഇങ്ങനെ അല്ലറ ചില്ലറ ചില ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഒഴിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭത്തിൽ നമസ്കരിക്കുമ്പോൾ 4 റക്അത്തുള്ള നമസ്കാരം 5 റക്അത്തായിട്ടുണ്ട്. അതറിയാതെ അശ്രദ്ധമായതാണ്. ഇങ്ങനെ അപൂർവത്തിൽ അപൂർവം എന്ന് പറയാവുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കി A to Z 1 മുതൽ 100 വരെ റസൂലിൻ്റെ ജീവിതം പെർഫെക്റ്റായിരുന്നു, സമ്പൂർണമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഉസ്വത്തുൻ ഹസനത്തുൻ, കൃത്യമായ ഉത്തമമായ മാതൃകയുണ്ട്. കുട്ടിക്കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു. കൂട്ടുകാർക്കിടയിലൊക്കെ ഓടി നടന്ന് നന്നായി കളിച്ചിരുന്ന ആ കാലഘട്ടം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. റസൂലിൻ്റെ ആ കുട്ടിക്കാലം എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടെ സത്യസന്ധനായി നടന്നിരുന്ന കുട്ടിക്കാലം. യുവത്വവും അങ്ങനെയായിരുന്നു, ചോര കളപ്പുള്ള ആ ഒരു കാലഘട്ടം. അപ്പം അദ്ദേഹം ഏകദേശം 40ാമത്തെ വയസ്സിലാണല്ലോ പ്രവാചകനാകുന്നത്. അതിൻ്റെ മുമ്പുള്ള 25 വയസ്സ്, അതിൻ്റെ മുമ്പൊക്കെ നല്ലൊരു സത്യസന്ധനായ കച്ചവടക്കാരനായി. ആടിനെ മേടിച്ചിരുന്ന കച്ചവടങ്ങൾ ഇഷ്ടം പോലെ ലാഭം കൊണ്ടുവന്നിരുന്ന ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പലരും ബിസിനസ്സുകാരാണല്ലോ. അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ, നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിനെ, നമ്മുടെ ഷോപ്പിലുള്ള എന്തോ ആവട്ടെ, അതിനെ സത്യസന്ധമായി സമർത്ഥമായി എങ്ങനെ കസ്റ്റമറെ വേടിപ്പിക്കാം, കൺവേർഷൻ നടത്താം എന്നതിന് കൃത്യമായ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ഇഷ്ടം പോലെ ലാഭം കിട്ടും. കസ്റ്റമേഴ്സിന് നമ്മളോട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കഥ നമ്മൾക്കറിയല്ലോ. ഖദീജ ബീവി വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു, കോടീശ്വരി. അവർ പല ആളുകളെയും കച്ചവട ചരക്കുമായി പല ഭാഗത്തേക്കും, മക്കയിൽ നിന്ന് പല പല ഭാഗത്തേക്കും വിടും. അത്യാവശ്യം ലാഭം കിട്ടും. ഒരു തവണ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ് ആ ഒരു അവസരം കൊടുത്തത്. അപ്പൊ എന്താണ് ഈ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ ചെയ്യുന്നത്, കച്ചവടത്തിൽ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഖദീജ ബീവിയുടെ ഒരു അടിമയെയും കൂടെ വിശ്വസിപ്പിക്കുന്നു. അപ്പൊ അന്ന് റസൂലല്ല, എന്താണ് ഇദ്ദേഹം ഖദീജ ബീവിയുടെ കച്ചവട ചരക്കിനെ എങ്ങനെയാണ് വിറ്റഴിക്കുന്നത്, അവിടെ വല്ല അപാകതയോ കള്ളത്തരമോ കളവോ എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി ഒപ്പിയെടുത്തിരുന്നു മുഹമ്മദ്
ചെറുപ്പക്കാരൻ അറിയാതെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് മക്കയില് ബാക്കിയുള്ള വസ്തുക്കളും ലാഭവും മുതലും ഒക്കെ ഖദീജ ബീവിയെ ഏൽപ്പിച്ചപ്പോ ഇത്രയും കാലം അവര് വിട്ട കച്ചവടക്കാരെക്കാൾ എത്രയോ അധികമായിരുന്നു അതിന്റെ പ്രോഫിറ്റ്. ഖദീജ ബീവിക്ക് അത്ഭുതപ്പെട്ടു. കുറേ ആളുകളെ എന്റെ കച്ചവട ചരക്കുമായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും കിട്ടാത്തതിന്റെ 10 മടങ്ങ് ലാഭവുമായി മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ എങ്ങനെ ഇത് നടന്നു? ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ സീക്രട്ട് ഖദീജ ബീവിയുടെ അടിമയോട് ചോദിക്കുകയാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. വളരെ കൃത്യമായി, വളരെ സമർത്ഥമായി കസ്റ്റമറിനോട് ഓരോ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഗുണങ്ങളുമെല്ലാം പറഞ്ഞ് നന്നായി കച്ചവടം ചെയ്ത് കിട്ടിയത് കംപ്ലീറ്റ് ഖദീജ ബീവിയെ ഏൽപ്പിച്ചു. ഈ ഒരു സത്യസന്ധതയാണ് റസൂലും ഖദീജ ബീവിയും തമ്മിൽ പ്രണയത്തിലേക്ക്, വിവാഹത്തിലേക്ക് എത്തിയത്. പിന്നീട് ചരിത്രം മാറണം. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് ജീവിത മാതൃകകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് രംഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. റസൂലിന്റെ വാർദ്ധക്യം, ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മളൊക്കെ കല്യാണം കഴിച്ചവരാണല്ലോ, ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികൾ ഒഴിച്ചാൽ വിവാഹം നടത്തിയവരാണല്ലോ, ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണല്ലോ. നമ്മളും നമ്മുടെ ഇണയും തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ്? നമ്മളോട് ചോദിക്കണ്ടേ? നിങ്ങളും അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഇണകളും, ഈ ഖുതുബ കേൾക്കുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരും, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട് എങ്ങനെ നമ്മൾ പെരുമാറും? സ്നേഹമുണ്ടോ? എപ്പോഴും പ്രശ്നമാണോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് പ്രോബ്ലം സോൾവിങ് പെട്ടെന്ന് ആ പിണക്കമൊക്കെ ഇണക്കമായി കൂടുതൽ സ്നേഹമായി മാറിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതെ പോകുന്നു. ഒരുപാട് ആളുകളുടെ കുടുംബപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ ഭാഗ്യം അല്ലെങ്കിൽ അവസരം കിട്ടി എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ് ഇന്ന് കേരളം. അത് മുസ്ലിങ്ങളാവട്ടെ മറ്റു അമുസ്ലിങ്ങളാവട്ടെ, ഒരുപാട് തരത്തിലുള്ള കുടുംബപരമായ പ്രശ്നത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, വിവാഹമോചനത്തിൻ്റെ ഒക്കെ വക്കിലെത്തിയ എത്രയോ കുടുംബങ്ങളെ പലപ്പോഴും അവരുമായൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് നമ്മുടെ ഇണയോട് എങ്ങനെ സ്നേഹത്തോടെ മനോഹരമായ ദാമ്പത്യ ജീവിതം നയിക്കാം എന്നതിൻ്റെ കൃത്യമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ട്. റസൂലുള്ളാഹി ഒരു പ്രബോധകനായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം, അതിൻ്റെ അങ്ങേ അറ്റം, മാക്സിമം അദ്ദേഹത്തിൻ്റെ ശ്രമം അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമ്മൾ അറിഞ്ഞ പല സത്യങ്ങളും, അല്ലാഹു, പരലോകം, സ്വർഗം, നരകം, ഇങ്ങനെ കുറേ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ വ്യക്തികളാണ് നമ്മൾ, അല്ലേ? ഇതൊക്കെ അറിയാത്ത കുറെ വ്യക്തികൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഇവരോട് ഇത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാവുന്ന, ചിന്തിക്കാവുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രബോധന രീതി എന്താണ്? കുറെ കുറ്റം പറച്ചിലോ, കളിയാക്കലോ, പരിഹസിക്കലോ, ഇതൊന്നുമല്ല പ്രബോധനം. നമുക്ക് മുമ്പിൽ വരുന്ന വ്യക്തികളെ അവർക്ക് മനസ്സിലാക്കാവുന്ന
കേൾക്കാവുന്ന ചിന്തിക്കാവുന്ന രൂപത്തിൽ രീതിയിൽ വളരെ മനോഹരമായിട്ട് പ്രബോധനം ചെയ്യാൻ കഴിയും. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഖുർആൻ, അള്ളാഹു, പരലോകം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് കൃത്യമായ മാതൃകയുണ്ട്. അക്രമിയോട് എങ്ങനെ പെരുമാറണം, അതൊരു യുദ്ധത്തിലാവട്ടെ, ഒരു സംസാരത്തിലാവട്ടെ, ഒരു തർക്കത്തിലാവട്ടെ, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ശത്രുതാ മനോഭാവത്തെ ഒരു മിത്രമാക്കി മാറ്റാം എന്നതിന് എത്ര ഉദാഹരണങ്ങളാണ് റസൂലിൻ്റെ ജീവിതത്തിൽ. അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിലായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ സുജൂദ് അത്ഭുതമായിരുന്നു. റസൂലിൻ്റെ സുജൂദ് പല യുദ്ധത്തിലും ശത്രുക്കൾ ഇങ്ങനെ ചുറ്റും മുസ്ലിങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഈ സന്ദർഭത്തിൽ റസൂൽ സുജൂദിലായി. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വന്നിട്ടില്ലേ? ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? സുജൂദിലേക്ക് പോയാൽ മതി. ഒന്നുപെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ പ്രോബ്ലം അവിടെ സോൾവ് ആവും. ചുറ്റും ശത്രുക്കൾ, എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. റസൂലിന്റെ കൂടെയുള്ള എല്ലാവരും കൊല്ലപ്പെടും, ഒരു സംശയമില്ല. റസൂൽ സുജൂദിലേക്ക് പോയി. സുജൂദിൽ നിന്ന് നിവരുന്നില്ല. സുജൂദോട് സുജൂദ് കണ്ടിട്ട് അബൂബക്കറിന് ആകെ അന്തം വിട്ടു. ലാസ്റ്റ് പിടിച്ചുണർത്തി, ഇങ്ങോട്ട് ഉയർത്തി, മതി, ഇനി സുജൂദൊന്നും വേണ്ട. ആ സുജൂദിൽ പ്രോബ്ലം സോൾവ് ആയിരുന്നു. ശക്തമായ കാറ്റ്, അതിശക്തമായ മഴ, ചുറ്റുപാടുമുള്ള ശത്രുക്കൾ കാറ്റിലും മഴയിലും പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഓടിപ്പോയി. അതാണ് ആ സുജൂദിന്റെ പവർ. ഇങ്ങനത്തെ സുജൂദുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മുടെ സുജൂദുകൾക്ക് ശക്തിയുണ്ട്, പവറുണ്ട്. പലപ്പോഴും അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയണം. അത്രയും ശക്തമായ ആയുധം കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അല്ലാതെ കേവലം 5 നേരം ബാങ്ക് കൊടുക്കും പള്ളിയിൽ ആ സമയത്ത് 3-4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതൊക്കെ അതെല്ലാവരും ചെയ്യണം. ലോകത്ത് മുസ്ലിം എന്ന പേരുള്ള എല്ലാവരും ചെയ്യുന്നതാണ് അത്. അത് നിർബന്ധമാണ്. അതിലപ്പുറം നമ്മൾ ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, ആ സുന്നത്ത് നമസ്കാരങ്ങൾക്കൊക്കെ അതിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലുള്ള വ്യക്തിയോട് പറയേണ്ടത്. അതും കേവലം ചില ബുദ്ധിമറിയലുകളാവരുതേ. അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ സുന്നത്ത് നമസ്കാരങ്ങളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഖുർആൻ ഇത്ര പറഞ്ഞു, റസൂലേ നിർത്ത്, രാത്രിയുടെ 2/1 നീ സുജൂദിലാണ്. രാത്രിയുടെ 2/1 സുജൂദിലാണ്. ഇനി അതൊക്കെ ഒന്ന് കുറച്ച് ചുരുക്ക്, ഒന്ന് പോയി കിടന്നുറങ്ങ്, ഒന്ന് റെസ്റ്റ് എടുക്ക്. നിന്റെ ബോധ മനസ്സും ഉപബോധ മനസ്സൊക്കെ ഒന്ന് സമാധാനാവട്ടെ. കാണാം എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമസ്കാരത്തിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിലൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിരുന്നു റസൂൽ. ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ എല്ലാ രംഗത്തും A to Z നല്ലൊരു പേഴ്സണാലിറ്റി
ഡെവലപ്പായ ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, നമുക്കും ഇതുപോലെ റോൾ മോഡലാവാൻ, മാതൃകാ വ്യക്തികളാവാൻ സാധിക്കുമോ? നാട്ടിൽ കുറേ ആളുകൾ നബിദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലൊന്ന് ചിന്തിച്ചുകൂടെ? ഒരാളുടെ ജന്മദിനം, അതല്ലെങ്കിൽ ഒരാളുടെ മരണം, ഇതിനൊന്നും ഖുർആനോ ഹദീസോ ഇസ്ലാമോ അള്ളാഹുവോ ഒന്നും അത്ര പ്രാധാന്യം നൽകിയതായിട്ട് കാണുന്നില്ല. 25 പ്രവാചകന്മാരെ ജീവചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ ഒരാൾ പോലും എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരണപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു പ്രവാചകൻ മരണപ്പെടുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അതായത് ജിന്നും പിശാചുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യണം. ആ സമയത്ത് ഇദ്ദേഹം ശക്തമായ നോട്ടവുമായി ഒരു വടി നിൽക്കുകയാണ്. ആളുകളൊക്കെ പേടിച്ചിട്ട് സുലൈമാൻ നബിയാണ് അദ്ദേഹത്തിന് ശക്തമായിട്ട് ജോലി ചെയ്യുന്നു. രാവും പകരം ജോലി ചെയ്യുകയാണ്. ഭയങ്കര പേടിയാണ് സുലൈമാൻ നബി. അവസാനം ആ വടി കുത്തിപ്പിടിച്ച് അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ഇത് ആ ജിന്നുകളോ പിശാചോ മനുഷ്യന്മാരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മരണത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് ഉപ്പല്ല, ഉമ്മ ഗർഭിണിയായി, ആളുകൾ ചീത്ത പറയുന്നു. അങ്ങനെ അദ്ദേഹം ജനിക്കുന്നു, തൊട്ടിൽ വെച്ച് തന്നെ സംസാരിക്കുന്നു. ഇങ്ങനെ ചില കഥകളൊക്കെ ഖുർആൻ പറയുന്നു എന്നല്ലാതെ എപ്പോ എന്ന് ജനിച്ചു എന്നറിയില്ല. അപ്പൊ നമ്മളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയില്ലേ? ആധാർ കാർഡിലില്ലേ? നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മരണത്തിന്റെ ആ ഡേറ്റും ഡേറ്റ് ഓഫ് ഡെത്തും നമ്മൾക്കറിയില്ലേ? എന്നാൽ ആദം നബി എന്നാ ജനിച്ചത് നമുക്കറിയോ? ആദം നബി എന്നാ മരിച്ചത് നമുക്കറിയോ? ഇല്ല. എന്നാൽ റസൂൽ എന്നാ ജനിച്ചെന്നും മരിച്ചെന്നൊക്കെ ആളുകൾ പറയുന്നു. പല കണക്കിലും അവിടെ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സൂചിപ്പിച്ചത് ജന്മദിനത്തിനോ മരണത്തിനോ അല്ല പ്രാധാന്യം. അവർ എന്താണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്, അവർ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചത്, അത് നമ്മുടെ ലൈഫിൽ കോപ്പി ചെയ്യാം, അവരെ നമ്മൾ ഫോളോ ചെയ്യാം. അതിനാണ് പ്രാധാന്യം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരു റോൾ മോഡൽ ആയിരുന്നുവെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകർക്കൊക്കെ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ എല്ലാം റോൾ മോഡലാവാൻ എന്തുകൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടാ? നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എങ്കിൽ നമുക്കും നമ്മുടേതായ പരിശ്രമം കൊണ്ട് അങ്ങനെയൊക്കെ ആവാൻ കഴിയും. നമ്മുടേതായ അത്ര നമുക്ക് ഒരു ജീവിത മാതൃകയാവാൻ ഉറപ്പായിട്ട് കഴിയും. നമ്മളൊന്ന് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് ബോധം ഉണ്ടായാൽ മതി. നമ്മൾ മനസ്സിലാക്കിയ ആ നല്ല നല്ല കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മളും ഉറപ്പായിട്ടും റോൾ മോഡലാവും, ആവട്ടെ. അള്ളാഹു അതിന് നമ്മെ എവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أوصيكم ثانيا بتقوى الله. സൂചിപ്പിച്ചു വന്നത് അല്ലാഹുവിൻ്റെ
പ്രവാചകനായിരുന്നു. എല്ലാവർക്കും ഉത്തമമായ ജീവിത മാതൃകയുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു. നമ്മളും അങ്ങനെ തന്നെ ആവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ആവാൻ പ്രധാനപ്പെട്ട കാരണം അല്ലാഹു ചെറുപ്പം മുതൽ മരണം വരെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നു എന്നുള്ളതാണ്. പല അറബി ബുക്കിലും ഒക്കെ കാണാം, വലിയ വലിയ അറബി ഗ്രന്ഥങ്ങൾ, നൂറുൽ യഖീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അതായത് റസൂലൊരിക്കെ അന്ന് കുട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ പ്രോഗ്രാം നടക്കാറില്ലേ, ഗാനമേള പോലൊക്കെ. ഇതുപോലെയുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിൽ റസൂൽ പോയിരിക്കുകയാണ്. ചെറിയ കുട്ടിയാണ്. അവിടെ ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. റസൂൽ എങ്ങനെയാ അവിടെ എത്തിയതാണ്? ആ പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ റസൂൽ ഉറങ്ങിപ്പോയി. അഗാധമായ ഉറക്കിലേക്ക് റസൂൽ പോയി. അത് ഉറക്കിയതായി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. നേരം വെളുത്തിട്ടാണ് സത്യത്തിൽ റസൂൽ ആ ഉറക്കം ഉണർന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം റസൂലിനുണ്ടായിരുന്നു. മറ്റൊരു കഥ കാണാം. അതായത് ഹലീമ ബീവിയുടെ വീട്ടിലായിരുന്നല്ലോ റസൂൽ. അദ്ദേഹത്തിൻ്റെ മുലമുടി പ്രായം. അപ്പൊ കുട്ടികളൊക്കെ കളിക്കുകയാണ്. മുഹമ്മദും ആ കൂട്ടത്തിലുണ്ട്. പെട്ടെന്ന് രണ്ടാളുകൾ വന്നിട്ട് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ വയറിങ്ങനെ നെഞ്ചിങ്ങനെ പൊളിച്ചു. ശരീരത്തിന് എന്തോ എടുത്തു മാറ്റി. അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു. അവർ പോയി. ഇത് കുട്ടികൾ വന്നിട്ട് ഹലീമ ബീവിയോട് പറയുന്നുണ്ട്. അവർ പേടിച്ചു. കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഇതിനെക്കുറിച്ച് ആ ഗ്രന്ഥം പറയുന്ന നൂറുൽ യഖീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് റസൂലിന്റെ ഹൃദയത്തിൽ തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു വശത്തെ എടുത്തു മാറ്റി എന്നതാണ്. ഇത് പല ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ റസൂലായപ്പോഴും റസൂൽ ഇങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉറപ്പായിട്ടും റസൂൽ കൊല്ലപ്പെടുമായിരുന്നു. സൗഗുഹയിലൊക്കെ പോയാൽ, ഇപ്പോഴും പോയാൽ അറിയാം, അടിയിൽ ഇങ്ങനെ സൗഗുഹയിലെ അടിയിൽ പോയി നിന്നാൽ മുകളിലുള്ള ആളുകൾ നോക്കിയാൽ താഴോട്ട് കാണും. അന്ന് ഉറപ്പായിട്ടും റസൂൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് താഴോട്ട് നോക്കാൻ തോന്നിയില്ല. അപ്പൊ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അങ്ങേയറ്റം വിഷമുള്ള ഭക്ഷണ പദാർത്ഥം ഒരു ജൂത വനിത റസൂലിന് കൊടുത്തു. അതിൽ പോയിസൺ ഉണ്ടെന്ന് റസൂലിന് അറിയില്ല. റസൂൽ കഴിച്ചു. അത്രയും ശക്തിയേറിയ പോയിസണുള്ള ഫുഡ് കഴിച്ചത് പോലും റസൂൽ മരിച്ചില്ല. അത് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇങ്ങനെ ഏത് സന്ദർഭത്തിൽ നോക്കിയാലും ചെറുപ്പത്തിലും വലുപ്പത്തിലും പ്രവാചകനായിട്ടൊക്കെ പല രൂപത്തിലും ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിച്ചിരുന്നു. നടന്നില്ല. അല്ലാഹ് തീരുമാനിച്ചിരുന്നത് 62ാമത്തെ 63ാമത്തെ വയസ്സിൽ സ്വസ്ഥമായി മരിക്കാം എന്ന് തന്നെയായിരുന്നു. എങ്കിലും ഒരു മനുഷ്യൻ താങ്ങാവുന്നത് അപ്പുറമുള്ള പരീക്ഷണം അള്ള കൊടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മ മരിച്ചു, അല്ലെ? പിന്നെ വല്യപ്പ മരിച്ചു. ഒക്കെ ടെൻഷനാണ്. ഭാര്യ മരിച്ചു, മക്കളെല്ലാം പോയി, പത്യം ഒഴുകി, അല്ലെ? വീട് പോയി, നാട് പോയി, ശത്രുക്കളോട് ശത്രുക്കൾ. ഇങ്ങനെ ഇത്രയൊക്കെ പരീക്ഷണം നമുക്കുണ്ടാവും. ഈ പറഞ്ഞ രൂപത്തിൽ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ള ഒരു പരീക്ഷണം നമുക്കുണ്ടോ? ഇല്ല. നമുക്കൊക്കെ കുറച്ച് പരീക്ഷണമല്ലേ ഉള്ളൂ. അതിപ്പോൾ കുറച്ച് പണത്തിന്റെ കുറവുണ്ടാവാം, എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പ്രശ്നം ഉണ്ടാവാം, അല്ലേ? മക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവാം.
ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമ്മൾക്ക് കിട്ടിയ പരീക്ഷണങ്ങൾ, ഇത് രണ്ടും ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചിന്തിച്ച് 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 ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ ശ്വാസത്തിൽ പോലും ടെൻഷനാണ് അല്ലേ? ഇതൊരു കഷ്ടപ്പാട്, അങ്ങനെ പറയാം അല്ലേ? ആ പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇതൊന്നുമില്ല, കുറച്ചെന്തൊക്കെയോ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാൽ റസൂൽ നോക്ക് ചെറുപ്പം മുതൽ മരണപ്പെടുവോളം പരീക്ഷണങ്ങളുടെ തീജ്വാലയായി. മറ്റൊരു ഭാഗത്ത് ശക്തമായ കൃത്യമായ പ്രൊട്ടക്ഷൻ, ഇപ്പുറത്ത് അങ്ങേയറ്റത്തെ പരീക്ഷണം. ഇതിന്റെ രണ്ടിനും ഇടയിൽ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനായി അല്ലേ? ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കാതെ ലോകത്ത് ഒരു സെക്കൻഡ് പോലും ഇല്ല. മുഹമ്മദ് അല്ലെങ്കിൽ അല്ലാഹു എന്ന പേര് ഉച്ചരിക്കാത്ത ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിലില്ല. അത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും അത് ഉച്ചരിക്കും. ശരിക്കും ഓരോ രാജ്യങ്ങളുടെയും സമയം ഇങ്ങനെ എടുത്ത് നോക്കി അറിയാം. ലോകത്തെല്ലാ സമയത്തും ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതാണ്. ഈ ബാങ്കിലൊക്കെ അല്ലാഹു മുഹമ്മദ് എന്ന് പറയുന്നില്ലേ? ലോകത്ത് എല്ലാ സമയത്തും ആൾക്കാർ നിസ്കരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ 1:30 അമേരിക്കയിൽ രാത്രി 1:30 ആയിരിക്കാം അല്ലെ? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലാഹു മുഹമ്മദ് എന്ന് പേര് ഉച്ചരിക്കാത്ത ഒരു സമയം പോലുമില്ല. അത്രക്കും ഉയരത്തിലേക്ക് എത്താൻ ഇത്രയും പരീക്ഷണമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിച്ചു? അറിയിക്കൂ. പരീക്ഷണങ്ങളോട് പരീക്ഷണം അല്ലെ? എന്നിട്ടും ലോകത്ത് എല്ലാ സമയത്തും എല്ലാ നിമിഷവും മുഹമ്മദ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാത്ത ഒരു സെക്കൻഡ് പോലും അവശേഷിക്കാത്ത രൂപത്തിൽ ഈ ഒരു മനുഷ്യൻ വളർന്നു വലുതായെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ മാത്രമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയ നമ്മൾ ഇപ്പോഴും വലിയ ഡിപ്രഷനിലാണ്, ടെൻഷനിലാണ്. ഇതൊക്കെ ഒഴിവാക്കണം. നമ്മളും നമ്മളെ കൊണ്ട് ആവുന്ന രൂപത്തിൽ ജീവിത മാതൃകകൾ ആവാൻ ശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ ആത്മാർത്ഥതയുള്ള, പക്വതയുള്ള, കൃത്യമായി നമസ്കരിക്കുന്ന, നന്നായി പഠിക്കുന്ന, ഉത്തരവാദിത്ത ബോധമുള്ള മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു നമ്മുടെ കൈകൾക്ക് കരുത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ലഘു വിചാരണയോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും പുരോഗതി, അഭിവൃദ്ധി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله